ഇത്തവണത്തെ ചാമ്പ്യൻസ് ലീഗിൽ വളരെ മോശം പ്രകടനമാണ് ഇതുവരെ റയൽ മാഡ്രിഡിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതായത് 5 മത്സരങ്ങൾ കളിച്ച മാഡ്രിഡ് 3 തോറ്റിങ്ങാണ്ട് പോയിൻ്റ് നിലയിൽ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഭയങ്കരമായ രീതിയിൽ ചർച്ചകൾ പല മേഖലയിലും ഫുട്ബോളിൻ്റെ പല കോണുകളിലും നടക്കുന്നുണ്ട്. ഇതിനൊക്കെ മറുപടിയായിട്ട് നമ്മളെ റയലിൻ്റെ ലെജൻഡ് ലൂക്ക മോഡ്രിച്ച് വന്നുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ്, ചാമ്പ്യൻസ് ലീഗ് അവസാനിച്ചിട്ടില്ല, ഒന്നും അവസാനിച്ചിട്ടില്ല, ഞങ്ങൾക്കിനിയും അവസരങ്ങളുണ്ട്, ഞങ്ങൾ തിരിച്ചു വരും എന്നുള്ള അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ലൂക്ക മോഡ്രിച്ച് പറഞ്ഞിട്ടുള്ളത്. ഈ സമയവും കടന്നു പോകും എന്നുള്ളത് നമുക്കറിയാം. റയൽ സമീപകാലത്ത് കുറച്ച് മോശം പ്രകടനത്തിലാണ് ഉള്ളത്. കിലിയൻ എംബാപ്പയുടെ വരവ് ടീമിനെ നല്ലോണം ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അതുപോലെ തന്നെ സൂപ്പർ താരങ്ങൾ മുൻനിരയിൽ തന്നെ അണിനിരക്കുമ്പോൾ അവിടെ വരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ, അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എല്ലാം കൊണ്ടും ഒരു പെർഫെക്റ്റ് സമയമല്ല റയലിന് എന്നുള്ളതാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ലിവർപൂളുമായിട്ടുള്ള മത്സരത്തിൽ സൂപ്പർ താരം വിനീഷ്യസ് ജൂനിയറിന് പരിക്ക് മൂലം ഇറങ്ങാൻ കഴിഞ്ഞില്ല. അത് ഒരു തിരിച്ചടിയാണ് റയലിന് കിട്ടിയത്. കാരണം റയലിൻ്റെ മുന്നേറ്റ നിരയിലെ മികച്ച നിൽക്കുന്ന താരം വിനീഷ്യസ് തന്നെയാണ്, അതിൽ സംശയമില്ല. എംബാപ്പെ വന്നതിന് ശേഷം അതിനൊരു മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ മൊത്തത്തിൽ ഇപ്പോൾ എംബാപ്പയെ തന്നെ വിമർശിക്കാനായിട്ട് ഒരുപാട് ആളുകളുണ്ട്. എംബാപ്പയുടെ വരവാണ് റയലിനെ താഴ്ത്തി കെട്ടിയത്, ഈ തോൽവികൾക്കൊക്കെ കാരണം എംബാപ്പയാണ്, അദ്ദേഹത്തിൻ്റെ വരവാണ്, അദ്ദേഹം ആ പൊസിഷനിൽ ബെറ്ററായിട്ട് കളിക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ സഹകളിക്കാരോടുമായിട്ട് ഒരു ഒത്തൊരുമ ഇല്ലാത്തത് കൊണ്ടാണ്. അങ്ങനെയുള്ള ഒരുപാട് ചർച്ചകൾ ഓൾറെഡി നടക്കുന്നുണ്ട്. എങ്കിലും ലിവർപൂളുമായിട്ട് 2-0 തോൽക്കുമ്പോൾ, അതുപോലെ തന്നെ മുന്നേ 1-2 മത്സരങ്ങളൊക്കെ തോറ്റപ്പോൾ പല കോണുകളിൽ നിന്നും വിമർശനങ്ങൾ റയലിന് വരുന്നുണ്ട്. റയലിനൊന്നും ഇതുപോലുള്ള അവസ്ഥ ഉണ്ടായില്ല. ചാമ്പ്യൻസ് ലീഗിൻ്റെ കിങ് ആരാന്ന് ചോദിച്ചാൽ അതിനൊറ്റ മറുപടിയുള്ളൂ, റയൽ മാഡ്രിഡ്. അപ്പോൾ അവർക്കാണ് ഈ ഒരു അവസ്ഥ വന്നിട്ടുള്ളത്. ഏതായാലും തിരിച്ചു വരുന്ന എന്ന് പ്രതീക്ഷിക്കാം. മോഡ്രിച്ച് പറഞ്ഞ മാതിരി, കാർലോസ് ഏഞ്ചലോട്ടൊക്കെ പറഞ്ഞ മാതിരി തിരിച്ചു വരും എന്ന് കരുതുക അല്ലേ. വിനീഷ്യസ് ജൂനിയറിൻ്റെ പരിക്ക് മാറി എത്തിയാൽ ഈ ഒരു ആൻഫീൽഡിൽ നിന്ന് റയൽ വാങ്ങിച്ചു പോകുന്ന 2 ഗോള് അവർ റയലിൻ്റെ തട്ടകത്തിൽ നിന്ന് തന്നെ തിരിച്ചു കൊടുത്ത് ആ ഒരു മത്സരത്തിലേക്ക് അവർ 15 വർഷത്തിന് ശേഷമാണ് ലിവർപൂൾ റയലിനെ തോൽപ്പിക്കുന്നത്. അതും ഇതിൻ്റെ ഇടയിൽ പറയാട്ടോ. ഏതായാലും തിരിച്ചു വരും റയൽ എന്ന് പ്രതീക്ഷിക്കുക. കാരണം സൂപ്പർ താരങ്ങൾ ഒരുപാടുള്ളത് തന്നെയാണ് ഒരു പ്രശ്നം. എൻട്രിക്കിനൊന്നും ഇപ്പോൾ റയലിൽ വല്ലാതെ ചാൻസ് കിട്ടുന്നില്ല. അദ്ദേഹം ടീം മാറിപ്പോയേക്കാം എന്നുള്ള ചർച്ചകളൊക്കെ ഇതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ റയലിൽ ജെയിംസ് റോഡ്രിഗസൊക്കെ വന്ന സാഹചര്യത്തിലുണ്ടായിരുന്ന ഒരു ടീം അദ്ദേഹത്തിന് അവസരം കിട്ടാതെ പോയി. മികച്ച ഒരു സമയത്ത്, അദ്ദേഹത്തിൻ്റെ കരിയറിലെ മികച്ച സമയത്ത്, വേൾഡ് കപ്പിലൊക്കെ മികച്ച താരമായി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം റയലിലെത്തി. പിന്നീട് സൈഡ് ബെഞ്ചിൽ ഇരിക്കേണ്ട അവസ്ഥ വന്നു. പിന്നെ പ്രൊമോട്ടായി, പിന്നെ ആൾ എവിടൊക്കെയായി ആ ഒരു സാഹചര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ അമേരിക്കയിലൊക്കെയാണ് പിന്നെയും കുറച്ചൊക്കെ കാണൽ തുടങ്ങിയത്. അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ചിലപ്പോൾ എൻട്രിക്കിന് വരാൻ സാധ്യതയുണ്ട് നിലവിലേക്ക് പോക്ക് പോവുകയാണെങ്കിൽ. ഏതായാലും എംബാപ്പെ ടീമിനോട് ഇതുവരെ ഒത്തിണങ്ങിയിട്ടില്ല. മികച്ച അദ്ദേഹത്തിൻ്റെ പൊസിഷനിൽ തന്നെയാണ് പ്രശ്നം. അദ്ദേഹത്തിൻ്റെ പൊസിഷനിൽ വിനീഷ്യസ് ജൂനിയർ തിളങ്ങുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പൊസിഷൻ ഒരിക്കലും എഞ്ചലോട്ട് കൊടുക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഏതായാലും അദ്ദേഹത്തിന് കളിപ്പിക്കുന്ന ആ ഒരു പൊസിഷൻ തന്നെ അദ്ദേഹം ബെറ്ററായിട്ട് പെർഫോം ചെയ്ത് കാണിച്ച് അത് ബെറ്ററാക്കി പോകൽ മാത്രമേ അദ്ദേഹത്തിന് ഇനി കഴിയുള്ളൂ. ഏതായാലും ഡ്രീം ക്ലബ്ബിലെത്തിയിട്ട് നല്ലൊരു സ്വീകരണമല്ല, അല്ലെങ്കിൽ നല്ലൊരു തുടക്കമല്ല എംബാപ്പയ്ക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ്.